നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൌൺ കാലം തുടങ്ങിയപ്പോൾ എടുത്ത ടിക്കറ്റ് തുക മാർച്ച് മാസത്തിനു ശേഷം തിരിച്ചു നൽകണമെന്ന കോടതി വിധി ഉണ്ടായിട്ടും ആശങ്ക തീരുന്നില്ല. പ്രവാസികൾ ഇപ്പോഴും കടുത്ത ദുരിതത്തിലാണ്. കഴിഞ്ഞ മാർച്ച് 25-ന് മുമ്പ് ടിക്കറ്റ് എടുക്കുകയും കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം വിമാന സർവീസുകൾ നിലച്ചത് കാരണം യാത്ര മുടങ്ങുകയും ചെയ്തവർക്ക് ഈ മാസത്തിനു ശേഷം തുക തിരികെ നൽകണമെന്നാണ് കോടതി വിധി പറഞ്ഞത്. എന്നാൽ ടിക്കറ്റ് തുക നൽകിയ അക്കൗണ്ട് വഴി തുക തിരികെ നൽകണം എന്ന നിർദ്ദേശമുള്ളതിനാൽ തന്നെ ട്രാവൽ ഏജൻസികൾ വഴി ടിക്കറ്റ് എടുത്തവർക്ക് അവർ വഴിയാണ് ടിക്കറ്റ് തുക തിരികെ ലഭിക്കുക. ടിക്കറ്റ് എടുത്തവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഏജൻസികൾ തയ്യാറാകാത്തതാണ് പ്രവാസികളുടെ ആശങ്കയ്ക്ക് പ്രധാന കാരണമായി പറയുന്നത്. പ്രവാസികളുടെ ആശങ്ക ഇത്തരത്തിൽ മാറ്റുവാൻ വിഷയത്തിൽ കോടതിയെ സമീപിച്ച പ്രവാസി ലീഗൽ സെൽ വെബിനാറുകൾ സംഘടിപ്പിച്ചു വരികയാണ്. കഴിഞ്ഞ മാസം പ്രവാസി ലീഗൽ സെൽ ഖത്തർ ഘടകം സംഘടിപ്പിച്ച വെബിനാറിൽ ഒട്ടേറെ പ്രവാസികൾ ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് എത്തുകയുണ്ടായി. ഖത്തർ കൺട്രി ഹെഡ് അബ്ദുള്ള പോയിൽ, PH ഷമീർ എന്നിവർ പറയുകയുണ്ടായി. ഈ മാസത്തിന് ശേഷം ആവശ്യപ്പെടുന്നവർക്കെല്ലാം ടിക്കറ്റ് തുക തിരികെ നൽകുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ഒക്ടോബർ 1-ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയും 7-ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനവും ഇക്കാര്യം ഉറപ്പാക്കുന്നുണ്ടെന്ന് ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോസഫ് റഹാം വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ലോക്ക്ഡൌണിന് മുൻപെടുത്ത ടിക്കറ്റുകളുടെ തുകയ്ക്ക് തുല്യമായ വൗച്ചർ എയർലൈനുകൾ യാത്രക്കാർക്ക് നൽകിയതായും ആശങ്കയ്ക്ക് കാരണമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വൗച്ചർ ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഡിസംബർ 31 വരെ കാലാവധിയുള്ള വൗച്ചറുകളാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ മാസം 31-ന് ശേഷം കാലാവധിയുള്ള വൗച്ചർ അനുവദിച്ചതിലൂടെ പണം തിരികെ നൽകുന്നതിൽ നിന്ന് വിമാന കമ്പനികൾ ഒഴിയുകയാണോ എന്നാണ് പ്രവാസികളുടെ മറ്റൊരാശങ്ക എന്നത്. എന്നാൽ കോടതി വിധി ലംഘിക്കാത്തതിനാൽ തന്നെ 31-ന് ശേഷം റീഫണ്ട് ആവശ്യപ്പെടുന്നവർക്കെല്ലാം 0.75% പലിശ സഹിതം ടിക്കറ്റ് തുക നൽകാൻ വിമാന കമ്പനികൾ ബാധ്യസ്ഥരാണ്. വൗച്ചർ ഉപയോഗിക്കാതെ വിമാന കമ്പനികളോട് ഇമെയിൽ വഴി ആവശ്യപ്പെട്ടാൽ മതിയാകും. ട്രാവൽ ഏജൻസികൾ വഴി ടിക്കറ്റ് എടുത്തവർ അവർ വഴിയാണ് ടിക്കറ്റ് തുക തിരികെ ആവശ്യപ്പെടേണ്ടത്. നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ടിക്കറ്റ് എടുത്തവർക്കും വിദേശത്ത് നിന്ന് നാട്ടിൽ ടിക്കറ്റ് എടുത്തവർക്കും വ്യത്യസ്ത നിർദ്ദേശങ്ങളാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഇത് കാരണം വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തവർക്ക് ക്യാൻസലേഷൻ ചാർജ് ഈടാക്കി ബാക്കി തുക മാത്രമേ തിരിച്ചു നൽകുകയുള്ളൂ. 150 റിയാലിലേറെ ഈ വകയിൽ ഒരു ടിക്കറ്റിന് നഷ്ടപ്പെടുന്നത് കോവിഡ് മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ പ്രവാസികൾക്ക് ഏറെ തിരിച്ചടിയാണ് നൽകുന്നത്. അതേസമയം നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ടിക്കറ്റ് എടുത്തവർക്ക് തുക പൂർണ്ണമായും തിരിച്ചു കിട്ടുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.